1989 സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് തുടങ്ങുന്നത്. പക്ഷെ ആദ്യത്തെ കോഴ്സ് തുടങ്ങുന്നത് 1992. MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം. വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അങ്ങനെയാണെങ്കിലും വേറെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഇത്രയും അക്കാഡമിക്കായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലാണ്. ഇന്റർനാഷണൽ റിലേഷൻസ്, ലാറ്റിൻ സ്റ്റഡീസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല വരാൻ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ട് സഹിച്ചവർ വരും. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിനെ ഈ രീതിയിൽ ഒരു ഇന്റർഡിസിപ്ലിനറി വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് കൺസീവ് ചെയ്തെടുത്തത് പ്രധാനമായും രണ്ടുപേരാണ്. ഒന്ന് ആദ്യത്തെ പ്രധാന വൈസ് ചാൻസലർ ആയിരുന്ന യുവാനന്ദ. അദ്ദേഹത്തിന്റെ കാലത്ത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിന്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട സർ PM രാജൻ ഗുരുക്കൾ. രാജൻ ഗുരുക്കളാണ് സ്കൂളിന്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന് നമുക്ക് പറയാം. And in addition to the faculty members who joined by that time, after Professor Gurikal joined, we had some visiting professors also. So I think the early researchers were working with the late Professor M. Gangadhar. And on the faculty we had then Professor Rajan Gurikal, then the late Dr. Muralidharan, Professor Nisar Ahmed. He left for Kaladi University, Sanskrit University Kaladi, I think in 2002 or so. And along with them we had Dr. Raju also. Now he's a professor retired. So, and I came, as I said, in 93. On November 4th I joined here. And when I joined here, I still remember the first batch of MPhils were actually doing their almost many of them had submitted, but I still remember some students were writing their dissertation. So that's the time when I joined here. കുറച്ച് നാൾ ഞാൻ 2004 ഞാൻ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് നേരത്തെ റിട്ടയർ ചെയ്യുകയും നേരത്തെ എൻ്റെ നാട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്തപ്പോഴാണ് പ്രൊഫസർ രാജൻ ഗുരുക്കളുടെ ക്ഷണപ്രകാരം ഇവിടെ കുറച്ച് 1-2 വർഷത്തേക്ക് ഒരു വിസിറ്റിംഗ് പ്രൊഫസറായി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലേക്ക് വരുമായിരുന്നു. അന്ന് നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ ചിലരെ PhDക്ക് ഗൈഡ് ചെയ്യാനും ക്ലാസ് എടുക്കുവാനും ഒക്കെ അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇന്റർഡിസിപ്ലിനറി സ്ഥാപനമായിട്ട് ഇന്റർഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് റിസർച്ച് സെന്റർ ആയിട്ടാണ് കൺസീവ് ചെയ്തത്. ആദ്യം MA കോഴ്സുകളല്ല ഉണ്ടായിരുന്നത്, MPhil കോഴ്സും PhD കോഴ്സും. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് എന്നുള്ള രീതിയിൽ അതിനെ നാമകരണം ചെയ്യുമ്പോൾ തന്നെ ചില ചിന്തകൾ അതിന്റെ പിറകിലുണ്ടായി. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. സ്കൂൾ എന്നുള്ളത് ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ള രീതിയിലാണ്, പഠന സ്ഥാപനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുതിയ ചിന്താ പദ്ധതി ഉണ്ടാക്കാൻ കഴിയുന്ന, വിഷയാന്തരീയ പഠനങ്ങളിലൂടെ പുതിയ ചിന്താ പദ്ധതി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അത് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയാണ് സ്കൂൾ എന്നുള്ള പേരും കൊടുത്തത്. സാധാരണ ഡിപ്പാർട്ട്മെന്റുകൾ എന്നാണ് പറയാറ് യൂണിവേഴ്സിറ്റി, സ്കൂൾ എന്ന് തന്നെയാണ്. 1992 1992
ആദ്യത്തെ MPhil ബാച്ച് തുടങ്ങുന്നത്. അതിന് മുന്നേ ഒരു PhD സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലുണ്ടായിരുന്നത്. സ്കൂളിലെ ആദ്യത്തെ PhD സ്റ്റുഡൻറ്റ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ജെൻഡർ സ്റ്റഡീസിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സംഭാവനയെ കണക്കാക്കുന്ന പ്രൊഫസർ ജയദേവി. The MPhil course was an eye-opener. I, who had studied a very traditional history in the initial class, was very surprised, not just surprised, I was very upset to speak, because I was not able to understand a word of what was happening. And it was Miss Adam's class. I just knew that the class was going on in English. But from that point, up to the conclusion of the course, slowly things started getting clearer and clearer. And it was this coursework that really grounded us in social science theories, and which still stands us in good stead. 1995 സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ആദ്യത്തെ MA കോഴ്സ് തുടങ്ങി. ഇന്റർഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിൽ ആണ് അത് തുടങ്ങിയിട്ടുള്ളത്. ഇന്റർഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് MA ഇന്റർഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയിട്ടുണ്ടായത്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലെ ആദ്യത്തെ MA ബാച്ചിൽപ്പെട്ട ഒരു ആളാണ്. 99-ലാണ് MA പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ 23 വർഷമായിട്ട് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ പല ഘട്ടങ്ങളും, നിർണായക ഘട്ടങ്ങളും അതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും വളരെ അടുത്തു നിന്ന് തന്നെ വീക്ഷിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേർ ഹിസ്റ്ററിയിലും 4 പേർ എക്കണോമിക്സിലും, ഒരാൾ ആന്ത്രപ്പോളജിയിലും. 5 അധ്യാപകർ ഞങ്ങൾക്ക് 8 പേർക്ക് വേണ്ടിയുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 5 അധ്യാപകർ, സനൽ മാഷും രാജൻ മാഷും നിസാർ മാഷും രാധി ടീച്ചറും രാജു മാഷും, ഞങ്ങളെ അവർക്കൊപ്പം കൂട്ടുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അവർക്കൊപ്പം കൂടുകയായിരുന്നു. ക്ലാസ് റൂമുകളിലും പുറത്തുനിന്നുള്ള ചർച്ചകളിലും സെമിനാറുകളിലും യാത്രകളിലുമൊക്കെ ഞങ്ങളെ അവർ കൂട്ടിക്കൊണ്ടുപോയി. MA പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തൊരു പുതിയ വീക്ഷണവുമായിട്ടാണ്, ഒരു പുതിയ പരിപ്രേക്ഷ്യവുമായിട്ടാണ് സോഷ്യൽ സയൻസസിലെ MA സ്റ്റാർട്ട് ചെയ്തത്. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലുള്ള, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇൻ്റർഡിസിപ്ലിനറി പ്രോഗ്രാമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സിലബസും വിഭിന്നമായിരുന്നു മറ്റുള്ളതിൽ നിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ MA അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരുടെ MA ഇൻ സോഷ്യൽ സയൻസസ്, ബ്രാക്കറ്റഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ബ്രാക്കറ്റഡ് ആന്ത്രപ്പോളജി, ബ്രാക്കറ്റഡ് ഇക്കണോമിക്സ് എന്നായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിലായിരുന്നു. 1-2 കോർ പേപ്പർ ഒഴികെ ബാക്കി എല്ലാവരും ഒരു ക്ലാസ്സിലായിരുന്നു. സോഷ്യൽ സയൻസസിന് ആശയപരമായും അല്ലെങ്കിൽ സൈദ്ധാന്തികപരമായും തത്വചിന്താപരമായും ആണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഇൻ്റർഡിസിപ്ലിനറി പ്രോഗ്രാമായിരുന്നു, rather than a particular discipline. വ്യാഴാഴ്ചകളിൽ സെമിനാർ നടത്തുമായിരുന്നു എല്ലാ വ്യാഴാഴ്ചയും. അതിൻ്റെ പേര് വ്യാഴവട്ടം. And then subsequently, after I joined here, I still remember we had a lot of academic programs, and something which I recall is that of this seminars on Thursdays. And for the current generation of students, and maybe for the current generation of teachers, that could be something quite strange. So every alternative Thursdays we used to have seminars for which faculty members from other schools would come, from School of Letters, from the School of Aya, and all the very important schools. We had people coming to Pullachikkam. And the other interesting aspect is that there were interdepartmental seminars. I mean, some of those things are still there perhaps. And people means faculty members from School of Social
Sciences would go for such seminars also. The School of IR, the School of Letters, and so on. So I think there was, I may be excused if I say that there was much more vibrancy, vibrant kind of academic culture in the university those days. And so I still remember Professor G.P. Ramchandra, Dr. Harris, Dr. Krishnan, Dr. A.K. Ramakrishnan, Dr. M.C.D., so many others. I mean, I'm just in a very random fashion mention people. So basically, what I would suggest is that there was a whole lot of exchange of ideas taking place, and school had, I think, that sort of a past. ഇവിടുത്തെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് മോഡേൺ കേരള എന്ന് പറഞ്ഞൊരു ബ്രോഡ് അംബ്രല്ല തീമിനെ പറ്റിയിട്ടാണ്. ആ അംബ്രല്ല തീം നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് പലതാക്കി. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഹിസ്റ്റോറിയോഗ്രഫി, ലാൻഡ് റിലേഷൻസ്, ലാൻഡ് ഹോൾഡിംഗ് പാറ്റേൺസ്, നോവൽ, അങ്ങനെ പല സബ് തീംസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആ അംബ്രല്ല പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തത്. അത് കൂടുതൽ സ്റ്റുഡൻസാണ് ചെയ്തത്. സ്റ്റുഡൻസിൻ്റെ എംഫിൽ ഡെസിറ്റേഷനായിട്ട് ചെയ്തത്. പിന്നെ ഒരെണ്ണം ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയിലുള്ളത് പെരിയാട്രിക് റിസർവിനെ പറ്റിയിട്ടാണ്. അവിടുത്തെ ഇക്കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഇവാലുവേഷൻ സ്റ്റഡീസ്, അതിൻ്റെ ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റീസിൻ്റെ ഫോം ചെയ്യൽ, പിന്നെ അങ്ങനെ അതൊരു 6-7 പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രോജക്റ്റ് ചെയ്തത് ഒന്നല്ല, 5-6 പ്രോജക്ട്സ് ചെയ്തത് ശബരിമലയെ പറ്റിയിട്ടാണ്. ശബരിമലയിലെ പല ആസ്പെക്ട്സും നോക്കിയിട്ടുണ്ട്. എൻക്ലേവ് മാനേജ്മെൻറ്റ്, പിലിഗ്രിം അറൈവൽ, അങ്ങനെ കുറേ 5-6 പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനെ പറ്റിയിട്ടാണ്. അത് പുനരു ഇതാണ് അതിൻ്റെ ഒരു സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് യൂണിവേഴ്സിറ്റിക്കും കേരളത്തിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്കും കൊടുത്തിട്ടുള്ള മറ്റൊരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഇതാക്കിയെടുത്ത എബിലിറ്റി സെന്റർ. പൊതുവെ ഒരു എബിലിറ്റി സെന്റർ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വീക്ഷണം പറയുന്നത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരെ അവരെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആക്കി മാറ്റുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ളതോ മറ്റു പ്രശ്നങ്ങളോ അല്ല. സൊസൈറ്റി തന്നെ ഈ ലോകത്തിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് മനുഷ്യർക്കാണ്. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ മനുഷ്യരെ പരിഗണിക്കാതെ തന്നെ ആണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരെ അങ്ങനെ ആക്കി മാറ്റുന്നത്. സൊസൈറ്റിയാണ് മനുഷ്യരെ ഡിസേബിൾഡ് ആക്കി മാറ്റുന്നത് എന്നുള്ളത്. ആ സൊസൈറ്റി ഡിസേബിൾഡ് ആക്കി മാറ്റുന്നതിൽ നിന്നും അതിനെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി സ്വയമേവ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈലി ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിന്റെ ഏറ്റവും വലിയ മേഖലകളിലും ഗവേഷണത്തിന്റെ വലിയ മേഖലകളിലും എത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥാപനമായിരുന്നു സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ ഒരു പ്രത്യേകത മറ്റ് ചിന്താ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഹിസ്റ്ററിയും ആന്ത്രപ്പോളജിയും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളൊക്കെ പഠിക്കാൻ അതിലൊരു അടിയുറച്ചൊരു റൂട്ട് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എല്ലാ ഡിസിപ്ലിൻ്റെയും ഉൾക്കാഴ്ചകളെ തങ്ങളുടെ ഗവേഷണത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി സ്കൂൾ എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ആണ്. അതിനെക്കുറിച്ച് ചില ലേഖനങ്ങളിലുമൊക്കെ MSS പാണ്ഡ്യൻ പോലുള്ള ആൾക്കാരൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പഠനം, അതായത് സാമൂഹ്യശാസ്ത്രം ഈ പുതിയ കാലത്ത് അതിൻ്റെ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന
ഒരു രീതിശാസ്ത്രമൊക്കെ ആ രീതിയിൽ വളരെയധികം പഠിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹ്യശാസ്ത്രം ആസച്ച് പഠിക്കണം എന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ, അതിൻ്റെ ഒരു വിശാല അർത്ഥത്തിൽ പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ സിദ്ധാന്തവും സങ്കല്പനങ്ങളും ഒക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് തന്നെ ചരിത്ര പഠനത്തിലും ചരിത്ര രചനാ സമ്പ്രദായത്തിലുമൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ എല്ലാവർക്കും സുപരിചിതമാക്കുക എന്നുള്ളത് അത് ഈ ചരിത്ര വിദ്യാർത്ഥികളുടെ മാത്രം ഒരു പാഠ്യപദ്ധതി അല്ലാതെ മാറും. സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു വിഷയം കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യം. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് മറ്റൊരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുള്ളത് മള്ളൂശ്ശേരി സഹകരണ സംഘം എന്ന് പറഞ്ഞ ഒരു KRP LLD പ്രോജക്റ്റിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന റിസർച്ചിലൂടെ തൊഴിലില്ലാതെ നടക്കുകയായിരുന്ന നമ്മുടെ നാട്ടിലെ പലരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു സഹകരണ സംഘം ഉണ്ടാക്കുകയും അവര് പല തൊഴിലുകൾ പഠിക്കുകയും അവരൊരു സൊസൈറ്റിയായി കൊടുത്തുകൊണ്ട് ഇന്ന് തൊഴിലിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മ ഉണ്ടാകുകയും മറ്റൊരു ഭാഗത്ത് തൊഴിൽ എടുക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കോൺട്രഡിക്ഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മള്ളൂശ്ശേരി സഹകരണ സംഘത്തിലൂടെ ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുകയും അവർക്ക് ഒരു സൊസൈറ്റി പോലെ ഉണ്ടാക്കിയെടുക്കുകയും യൂണിഫോം ഉണ്ടാക്കിയെടുത്ത് ഒരു പരീക്ഷണ രീതിയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വേണം നമ്മൾ എന്ന് പറയുന്ന കുടുംബശ്രീ പ്രോജക്റ്റുകളൊക്കെ കാണാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ രീതിയിലെ ചില ട്രേസസ് നമുക്ക് ഇന്ന് കുടുംബശ്രീയുടെ പ്രോജക്റ്റുകൾ കാണാനും കഴിയും. അതാണ് മറ്റൊരു പ്രത്യേകത. 2019 ഓഗസ്റ്റിലാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷമായി സ്കൂളിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ 2 PG പ്രോഗ്രാമുകളാണ് നിലവിലുള്ളത്. MA ഇൻ ഹിസ്റ്ററി ആൻഡ് MA ഇൻ ആന്ത്രപ്പോളജി. ഇതുകൂടാണ്ട് ഏതാണ്ട് 20ഓളം വിദ്യാർത്ഥികൾ പൂർണ്ണ സമയ ഗവേഷകരായിട്ടുണ്ട്. 2019 UGC സർക്കുലർ വരുന്നതുവരെ 3 MPhil ബാച്ചുകളും 3 MPhil കോഴ്സുകളും നമ്മൾ നടത്തിയിരുന്നു. MPhil ഇൻ ജനറൽ സോഷ്യൽ സയൻസസ്, MPhil ഇൻ സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് MPhil ഇൻ ഹ്യൂമൻ ഇക്കോളജി. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ കുട്ടികൾ അവരുടെ MA ഡിസർട്ടേഷന് വേണ്ടി സമൂഹത്തിലെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്യുന്നത്. വളരെ റിഗറസ് ആയിട്ടുള്ള ഫീൽഡ് വർക്കും അതോടൊപ്പം തന്നെ അവരുടെ ടോപ്പിക്ക് ഡിസ്കഷൻസും വളരെ റെഗുലറായിട്ട് നടന്നു വരുന്നു. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തി അതിൻ്റെ ഗതകാല പ്രൗഢിയിലേക്ക് അല്ലെങ്കിൽ അതിനു മേലെ എത്തിക്കാനായി ഉള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഗവേഷണ ചെയ്ത വിഷയങ്ങൾ പലതും ഒരു ഇൻ്റർഡിസിപ്ലിനറി ലെൻസിലൂടെയാണ് ഞാൻ ആ പ്രശ്നങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. ഒരൊറ്റ ഡിസിപ്ലിനെ ചട്ടക്കൂടിൽ ഒതുക്കാതെ കുറേ കൂടെ പല പെർസ്പെക്റ്റീവിനെ കണ്ട് സാമൂഹ്യമായിട്ടും പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ ലെഗസിയും അതുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു അപ്രോച്ചാണ്, ഒരു ഓറിയൻറ്റേഷനാണ് സ്കൂളിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പം എനിക്ക് വലിയ താല്പര്യമായിരുന്നു ഇങ്ങോട്ട് വരണമെന്നും സ്കൂളിൻ്റെ ഭാഗമാകണമെന്നും. അത് നോളജ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രം ഊന്നിയല്ല ആ വരവ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോളജ് പ്രാക്സിസിലേക്ക് കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നേരിടുന്ന പല സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം പോലെയൊക്കെ ഹിസ്റ്റോറിയൻസിനും ആന്ത്രപ്പോളജിസ്റ്റും സോഷ്യൽ സയൻസ് ബ്രോഡ്ലി നമ്മുടെ ഡിസിപ്ലിൻസിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കൂടെ ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. മുന്നേറ്റങ്ങൾക്ക് അതിനുള്ള സാധ്യത വളരെ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൻ്റെ ലെഗസിയെ മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകാൻ ഇനിയൊരു പുതിയ തലമുറ ഇവിടെ നിന്ന് ഉണ്ടാവുക, പഴയ ലെഗസിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ഒരു യങ് ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ എൻ്റെ പ്രതീക്ഷകൾ സ്കൂളിൽ. സോഷ്യൽ സയൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്
ഓപ്പൺ ലൈബ്രറി, പല ഡോക്യുമെന്റുകളെയും ഡിജിറ്റലൈസ് ചെയ്യുകയും ഡിജിറ്റലൈസ് ചെയ്തിട്ട് പൊതുജനങ്ങൾക്കായിട്ട് അത്തരം ഡോക്യുമെന്റുകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് വലിയ പ്രോജക്റ്റും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ലൈബ്രറി സിസ്റ്റം വേണ്ടത് അവൈലബിൾ ആണ്. ആ നിലവിലുള്ള ഡിജിറ്റൽ ഡോക്യുമെന്റ്സുകളോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സെൻസറി മ്യൂസിയം ഉണ്ടാക്കുക, ഡിജിറ്റൽ സെൻസറി മ്യൂസിയം ഉണ്ടാക്കിയെടുക്കുക പ്രോജക്റ്റാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് കിടക്കുന്നത്. നമുക്കൊരു വലിയ മ്യൂസിയം ഉണ്ട്. അത് കൺവെൻഷണൽ മ്യൂസിയമാണ്. വളരെ മനോഹരമായ ഒരുപാട് വിദ്യാർത്ഥികളും മറ്റ് ആൾക്കാരും വന്ന് കണ്ടിട്ടുള്ള മ്യൂസിയമാണ്. ആ മ്യൂസിയം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ സെൻസറി മ്യൂസിയം, ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം നിന്ന് കാണാൻ കഴിയുന്ന സെൻസറി മ്യൂസിയം. ഒന്നാം സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ MA ബാച്ചിലെ വിദ്യാർത്ഥിയും പിന്നീട് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ അധ്യാപകനും ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായി പോവുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ സുജിത് കുമാർ പാറയിലാണ് അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് എക്സിക്യൂഷന്റെ ഭാഗത്തേക്ക് നമ്മൾ കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് നമുക്കൊരു സെൻസറി മ്യൂസിയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ മ്യൂസിയങ്ങൾ നമ്മൾ പോയി കാണുകയാണ് ചെയ്യുക. മ്യൂസിയം ആർട്ടിഫാക്ട്സിനെ നമ്മൾ പോയി കാണും. ഒരു മ്യൂസിയവും നിങ്ങളെ അവിടെ ആർട്ടിഫാക്ട്സിനെ തൊടാൻ പോലും പക്ഷെ നമ്മൾ സെൻസറി മ്യൂസിയം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് കാഴ്ച എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയത്തിനപ്പുറത്തേക്ക് ബാക്കി എല്ലാ സെൻസറി ഓർഗൻസിലൂടെയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആർട്ടിഫാക്റ്റിനെ അനുഭവിച്ചറിയാൻ കഴിയുക. സ്പർശനവും സ്മെല്ലും കേൾവിയും ഈവൻ ടേസ്റ്റ് അടക്കം വരുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു മ്യൂസിയത്തിനെ സെറ്റ് ചെയ്യുക. ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുക എന്നാണ് നമ്മളത് ഉദ്ദേശിച്ചിട്ടുള്ളത്. വിദേശത്തും സ്വദേശത്തുമുള്ള പല എക്സ്പേർട്സുകളെയും നമ്മൾ അതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് നമുക്കത് സെൻസറി മ്യൂസിയത്തിന്റെ ആദ്യത്തെ ഭാഗം ചെയ്ത് തീർക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയായ ഞാൻ ഇന്നിപ്പോ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ അധ്യാപകനായിട്ട് എത്തിയിട്ടുണ്ട്. എവിടെ പോയാലും അക്കാഡമിക്കലി തലയുയർത്തി നിൽക്കാനും പുതിയ രീതിയിൽ പഠനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ കിട്ടിയ ട്രെയിനിങ് ആണ്. പ്രത്യേകിച്ചിട്ടും ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ ഡോക്ടർ നിസാർ അഹമ്മദ്, ഹിസ്റ്റോറിയോഗ്രാഫി പോലുള്ള വിഷയങ്ങളിൽ ഡോക്ടർ M മുരളീധരനും, സോഷ്യൽ തിയറിയിൽ ഡോക്ടർ S രാജുവും ഒക്കെ തന്നിട്ടുള്ള ഒരു ശിക്ഷണമാണ് ലോകത്ത് എവിടെ പോയാലും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് തലയുയർത്തി നിൽക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അവരോടെല്ലാവരോടും കടപ്പെട്ടിരിക്കുകയാണ്. അവർ ഒരുക്കി തന്ന പാതയിലൂടെ സ്കൂളിനെ വീണ്ടും മുന്നോട്ട് നയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളിപ്പോൾ അതിന് പുതിയൊരു ടീമായി വളർന്നു വരികയാണ്. അത് നടക്കും. വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് കൂടെ ഉള്ളത് കൊണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടും എന്നാണ്